എക്സ്പേർട്ട് ആയിരിക്കത്തില്ല. നമ്മൾ കുറേ ബിഗിനിങ് സ്റ്റേജിലൂടെ കുറേ ഹേർഡിൽസിലൂടെ കടന്നു പോയിട്ടാണ് കോമൺ ആയിട്ടുള്ളത്. ടെക്നിക്കൽ ആണെങ്കിലും നോൺ ടെക്നിക്കൽ ആണെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് വെർച്വൽ കാൽക്കുലേറ്റേഴ്സ് CBT2 പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ RRBJയ്ക്കും പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ അവൈറ്റ് ചെയ്യുന്ന 2 സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണ് RRBJയും SSCJയും. രണ്ടും സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്. അപ്പോൾ രണ്ടും ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും 2 പോസ്റ്റുകൾക്ക് നേരിയ ഡിഫറൻസസ് ഉണ്ട്. സിലബസിൽ നല്ല തോതിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് എങ്ങനെ ഇത് രണ്ടിനും എഫക്റ്റീവായി പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ വിൽ സ്റ്റാർട്ട് വിത്ത് എ മോട്ടിവേഷണൽ കോട്ട്. എപ്പോഴും പറയാറുള്ള കോട്ട് തന്നെയാണ്. ഹെലൻ ഹെയ്സിന്റെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, ദി എക്സ്പേർട്ട് ഇൻ എനിത്തിങ് വാസ് വൺസ് എ ബിഗിനർ. അതായത് ഏത് കാര്യത്തിലും എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തി വൺസ് ബിഗിനർ ആയിരിക്കും. ബിഗിനിങ് സ്റ്റേജിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമാണ് അവർ എക്സ്പേർട്ട് ആയിട്ട് മാറുന്നത്, അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ്റെ കാര്യം പറയുവാണെങ്കിലും നമ്മൾ ആദ്യമേ എക്സ്പേർട്ട് ആയിരിക്കത്തില്ല. നമ്മൾ കുറേ ബിഗിനിങ് സ്റ്റേജിലൂടെ കുറേ ഹേർഡിൽസിലൂടെ കടന്നു പോയിട്ടാണ് വിൽ ബിക്കം ആൻ എക്സ്പേർട്ട്, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. ദെൻ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പോവാം. അതായത് ടയർ 1 ആണ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. കാര്യം നമ്മുടെ SSCJയുടെ ടയർ 2 ഒരിക്കലും RRBJ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് അതിനകത്ത് ടയർ 2-നകത്ത് വരിക 100 ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റിനും 3 മാർക്ക്, അതായത് 300 മാർക്കിലാണ് നമുക്ക് ടയർ 2 വരിക. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ എക്സാമും RRBJയുടെ ടയർ 1 ടയർ 2 ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ ആം ഡീലിംഗ് ഹിയർ വിത്ത് ടയർ 1 എക്സാം. ഓക്കെ, ടയർ 1 എക്സാമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ടോട്ടലി 200 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത്. 2 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷയുടെ സമയം. നമുക്ക് അതിനകത്ത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് വരും, സിവിൽ എഞ്ചിനീയറിംഗ് വരും, ജനറൽ അവയർനെസ് വരും. സിവിൽ എഞ്ചിനീയറിംഗിന് 100 മാർക്കാണ് ആൻഡ് ബാക്കി 50 മാർക്ക് ജനറൽ അവയർനെസ്സിനും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനും കിടക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ സിവിൽ എഞ്ചിനീയറിംഗ് 100 മാർക്ക് വരുന്ന ഇതേ രീതിക്കാണ് ആര് വരിക, നമ്മുടെ RRBJയുടെ CBT2 വരിക, അല്ലേ? CBT2 എങ്ങനെയാണ്? ടെക്നിക്കലിന് 100 മാർക്കും നോൺ ടെക്നിക്കലിന് 50 മാർക്കുമാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 100 മാർക്കും ഈ 100 മാർക്കും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അല്ലെ എല്ലാം 2 ഡിഫറെൻ്റ് ആണോ, എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാം എന്നുള്ളതാണ് മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ്, അതിന് മുന്നേ ആ നോൺ ടെക്നിക്കലിന് 100 മാർക്ക് വരുന്ന SSCJയുടെ പാർട്സ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിനകത്ത് വരിക ജനറൽ റീസൺ ആൻഡ് ഇൻ്റലിജൻസ്. ഇത് സെയിം ആണ്, SSCJയ്ക്കും RRBJയ്ക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് ഇത് നിങ്ങൾക്ക് 2 എക്സാമിനും കോമൺ ആയിട്ട് പഠിക്കാൻ പറ്റും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. ഓക്കെ, ഇനി അടുത്തത് ജനറൽ അവയർനെസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമ്മുടെ SSCJയും RRBJയ്ക്കും കോമൺ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് പഠിക്കാവുന്ന ടോപ്പിക്സ് ആണ്, 2 എക്സാമിനും ഉപയോഗപ്പെടാവുന്ന ടോപ്പിക്സ് ആണ്. ഇനി അതുപോലെ തന്നെ ജനറൽ അവയർനെസ് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അതിനകത്ത് വരുന്ന ഹിസ്റ്ററി, കൾച്ചർ ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ജനറൽ പോളിറ്റി ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻറ്റിഫിക് റിസർച്ച്, കമ്പ്യൂട്ടർ, കറണ്ട് അഫയേഴ്സ്. ഇതിൻ്റെയൊക്കെ മാർക്സ് വെയിറ്റേജ് SSCJയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് SSCJ ബേസ്ഡ് ആണ് ആൻഡ് ഇതും ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ടു RRBJ ആണ്. അപ്പോൾ ഇത് പഠിച്ചാൽ നമുക്ക് 2 എക്സാമിനും ഉപയോഗപ്പെടുന്ന കോമൺ ടോപ്പിക്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നോൺ ടെക്നിക്കലിൻ്റെ കാര്യം. ഇനി നമ്മുടെ ടെക്നിക്കൽ സെക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് SSCJയുടെ കാര്യം കേട്ടോ പറയുന്നത്. SSCJയുടെ കാര്യം എടുക്കുവാണെങ്കിൽ നമുക്ക് RCC ഉണ്ട്, അതുപോലെ തന്നെ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, സ്റ്റീലുണ്ട്, എൻവയറമെൻ്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ജിയോ ടെക്നിക്കൽ ഉണ്ട്, ഹൈഡ്രോളിക്സ് ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്. ഏകദേശം 5+ മാർക്സ്, അതായത് ഓൺ ആവറേജ് ഒരു 8 തൊട്ട് 9 മാർക്ക് വരെ ഓരോ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജ് ആണ് നമുക്ക് SSCJയ്ക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ RRBJ 2019 വരെ ചോദ്യം വന്നിരുന്നത് അങ്ങനെയല്ല. ചില സബ്ജക്ട്സിന് കൂടുതൽ വെയിറ്റേജ്, ചില സബ്ജക്ട്സിന് കുറവ് വെയിറ്റേജ്. ആൻഡ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഓട്ടോക്യാഡ്, അതുപോലെ തന്നെ ബിൽഡിംഗ് പ്ലാനിങ്, പിന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ്സ് പോലെയുള്ള അഡീഷണൽ ടോപ്പിക്സ് RRBJയ്ക്ക് ഉണ്ട്. ഇത് SSCJയ്ക്ക് ഇല്ലാത്ത ടോപ്പിക്സ് ആണ്. അപ്പോൾ വേറെയുള്ള ടോപ്പിക്സ് വേറെയായിട്ട് തന്നെ പഠിക്കണം. കോമൺ ആയിട്ടുള്ളത് ടെക്നിക്കൽ ആണെങ്കിലും നോൺ ടെക്നിക്കൽ ആണെങ്കിലും കോമൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് RRBJ എക്സാം പാറ്റേൺ ഒന്ന് നോക്കാം. അതിനകത്ത് നമുക്ക് മാത്തമാറ്റിക്സ്, എക്സ്ട്രാ ആയിട്ട് മാത്തമാറ്റിക്സ് ഉണ്ട്. മാത്തമാറ്റിക്സ് നമുക്ക് SSCJയ്ക്ക് ഇല്ല. സോ ഇറ്റ് ഇസ് നോട്ട് ഇൻ SSCJ. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്തിലുണ്ട്? SSCJയിലുണ്ട്. ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസും ഉണ്ട്. അപ്പം നോക്കിക്കേ, ഇവിടെ 30, 40, 70 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് SSCJയ്ക്ക് പഠിക്കാവുന്ന എലമെൻറ്റ്സ് ആണുള്ളത്, അല്ലേ? അപ്പോൾ RRBJയ്ക്കും അതുപോലെ തന്നെ
SSC JEക്കും ഈ 70 മാർക്കിൻ്റെ സംഭവങ്ങൾ കോമൺ ആണ്. ഓക്കെ, അപ്പോൾ ടയർ 1-ന് SSC JEക്ക് പഠിക്കുമ്പോഴും CBT 1 RRB JEക്ക് പഠിക്കുമ്പോഴും ഈ ഒരു 70 മാർക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ടയർ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെയും ജനറൽ അവയർനെസ് ഉണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ഉണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും, അതായത് ഈ 20 മാർക്ക് ഇല്ല. ബാക്കി 30 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് എവിടെയുണ്ട്? നമ്മുടെ കോമൺ ആയിട്ട് ജനറൽ അവയർനെസ്സും ഫിസിക്സ് കെമിസ്ട്രിയും SSC JEക്ക് RRB JEക്കും കോമൺ ആണ്. SSC JE പ്ലസ് RRB JEക്ക് നമുക്ക് ഒരുപോലെ പഠിക്കാവുന്നതാണ്. പക്ഷേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷനും 20 മാർക്ക്, അത് വളരെ സിമ്പിളാണ്. അത് കോമൺ ആയിട്ട് പഠിക്കാനും വേണ്ടിയിട്ടൊന്നും തന്നെ ഇല്ല. അത് RRB JEക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ 100 മാർക്ക് ടെക്നിക്കൽ എന്ന് പറയുന്നത് SSC JEക്കും ഉണ്ട്. പക്ഷേ ദർ ആർ സർട്ടൺ എക്സെപ്ഷണൽ ടോപ്പിക്സ്, അതായത് നമുക്ക് RRBക്ക് മാത്രം പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒന്ന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോക്യാഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നുള്ളത് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് RRB JEയുടെ സിലബസിൽ വ്യത്യാസമുണ്ട്. അത് നോക്കിയിട്ട് എക്സ്ട്രാ വരുന്നത് RRB JEക്ക് വേണ്ടി മാത്രം പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്ക് ജനറൽ നോളജ് വരുന്ന കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യൻ എക്കണോമി, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, സ്പോർട്സ്, ജനറൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ജനറൽ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ്. ഇതാണ് RRB JEയുടെ ജനറൽ അവയർനെസ്സിൽ വരിക, ജനറൽ നോളജിൽ വരിക. അപ്പോൾ ഇത് തന്നെയാണ് SSC JEയും ഏകദേശം 90% സെയിം ടോപ്പിക്സ് തന്നെയാണ്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതും നമുക്ക് SSC JEക്കും RRB JEക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. കോമൺ ആയിട്ട് തന്നെ ഇത് രണ്ടിനും പഠിക്കണം. പിന്നെ നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് RRB JEക്ക് മാത്രമാണ് മാത്തമാറ്റിക്സ് ഉള്ളത്. അത് 20 മാർക്കിൻ്റെ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്, LCM ആൻഡ് HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജസ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി, ഏജ് പ്രോബ്ലംസ്, ചെക്ക് ക്ലോക്ക് ക്വസ്റ്റ്യൻസ്, പൈപ്പ് ആൻഡ് സിസ്റ്റം ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ മാത്സ് RRB JEക്ക് മാത്രം എക്സ്ക്ലൂസീവ് ഉള്ളതാട്ടോ. പിന്നെ റീസണിങ് എടുക്കുവാണെങ്കിൽ റീസണിങ് നേരത്തെ SSC JEക്ക് ഞാൻ കാണിച്ചു തന്നെയാണ്. അനലോഗീസ്, ആൽഫബറ്റ് ആൻഡ് ന്യൂമറിക്കൽ സീരീസ്, കോഡിങ്, ഡീകോഡിങ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, വെൻ ഡയഗ്രാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അതുപോലെ തന്നെ അനാലിറ്റിക്കൽ റീസണിങ്, ക്ലാസിഫിക്കേഷൻ, എല്ലാം ഞാൻ പറയുന്നില്ല, ഇത് സെയിം തന്നെയാണ്. ഓൾമോസ്റ്റ് SSCക്കും അതുപോലെ തന്നെ RRBക്കും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരാണ് ജനറൽ റീസണിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരുമിച്ച് പഠിക്കുക. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 2 എക്സാംസിന് നമുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞു RRB JEക്ക് മാത്രമാണ് വരിക. നോക്കി എത്ര എളുപ്പമാണെന്ന്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, MS ഓഫീസ്, സ്റ്റോറേജ് ഡിവൈസസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ, വെബ്സൈറ്റ് ആൻഡ് വെബ് ബ്രൗസേഴ്സ്, നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ വൈറസ്, ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് വരുന്നതാണ്, യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ദെൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആൻഡ് പൊല്യൂഷൻ പറയുമ്പോൾ ബേസിസ് ഓഫ് എൻവയോൺമെൻറ്റ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, പൊല്യൂഷൻ കൺട്രോൾ, അതുപോലെ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഓസോൺ ഡിപ്ലേഷൻ. ഇത് വലിയ പാടല്ലല്ലോ സിവിലുകാർക്ക്. നമ്മളിതിൻ്റെ വലിയ പൊല്യൂഷൻ്റെ പാട്ട് പഠിക്കുന്നതാണ്. ടെക്നിക്കൽ എബിലിറ്റീസിൽ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് 100 മാർക്ക് കിടക്കുന്നത് RRB JEക്കും SSC JEക്കും 100 മാർക്ക് തന്നെയാണ്. പക്ഷേ സിലബസിലുള്ള വേരിയേഷൻസ് മനസ്സിലാക്കുക, എക്സ്ട്രാ ടോപ്പിക്സ് RRB JEയുടെ നോക്കി പഠിക്കുക. ഓക്കെ, ഇത് RRB JEയുടെ വെയിറ്റേജ് ആണ്. നമ്മൾ SSC JEയുടെ വെയിറ്റേജ് ഓൾറെഡി പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ വെയിറ്റേജ് ആണ്. 8 മുതൽ 10 മാർക്കിൻ്റെ ഇടയ്ക്ക്, അത് ഓൺ ആവറേജ് 8 to 9 ഇടയ്ക്കാണ് നമുക്ക് വരിക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നോക്കിക്കേ, CPM ബർട്ടൊക്കെ ചോദിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്നാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ആളാരാണ്? ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. അതായത് 20+ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള വേരിയേഷനാണ് RRB JEക്ക് വരുന്നത്. SSC JEക്കും പണ്ട് നടന്ന എക്സാംസിനൊക്കെ ഇതുപോലെ തന്നെ നല്ല വേരിയേഷൻസിലായിരുന്നു ഓരോ സബ്ജക്റ്റിൽ നിന്നും വെയിറ്റേജ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നത്. ബിക്കോസ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ട് ചിലപ്പോൾ RRB JEയും ഇൻ നിയർ ഫ്യൂച്ചർ നമുക്ക് നല്ലപോലെ അതായത് കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ഈക്വൽ വെയിറ്റേജ് എല്ലാ ടെക്നിക്കൽ സബ്ജക്ട്സിന് വരാനും, അതുപോലെ തന്നെ SSC JEയും RRB JEയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആസ് ഓഫ് നൗ പറയുവാണെങ്കിൽ SSC JEയിൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റൻസ് നല്ലപോലെ ചോദിക്കും. RRB JEക്ക് നമുക്ക് ടെക്നിക്കൽ പാർട്ടിൽ നിന്നും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റൻസ് കുറവാണ്. പക്ഷേ ഇനി നമുക്ക് വരുന്നേക്കത് 2019 വരെയുള്ള കഥയാണ്. ഇനി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2024-ലോ 2025-ലോ നടക്കുന്ന എക്സാമിന് നമുക്ക് വെർച്വൽ കാൽക്കുലേറ്റേഴ്സ് CBT 2-ൽ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ RRB JEക്കും പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് SSC JE. സോ നമ്മൾ RRB JEക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ RRB JEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SSC JEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിർബന്ധമായും വർക്കൗട്ട് ചെയ്തിരിക്കണം.
ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞാണ്, ന്യൂമറിക്കൽസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാണ്. ഇനി നമ്മൾ ഡെയിലി റുട്ടീൻ ഈ എക്സാംസ് ഒക്കെ വരുന്നിടം വരെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നോട്ട്സ് ഉണ്ടായിരിക്കണം എല്ലാ സബ്ജക്ട്സിൻ്റെയും, അത് ടെക് ആണെങ്കിലും നോൺ ടെക് ആണെങ്കിലും ഹാൻഡ് റിട്ടൺ അല്ലെ PDF നോട്ട്സ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SSC Jയുടെയും RRB Jയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരിക്കണം. സ്റ്റഡി ട്രാക്കർ ഉണ്ടായിരിക്കണം. സ്റ്റഡി ട്രാക്കർ എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ മിസ്റ്റേക്ക് ട്രാക്കിങ്ങും ഹാർഡ് ക്വസ്റ്റ്യൻസും എഴുതി വെക്കാൻ ഒരു നോട്ട്ബുക്ക് വേണം. അതായത് മിസ്റ്റേക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സ്ഥിരം കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അത് പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു നോട്ട്ബുക്കിനകത്ത് മിസ്റ്റേക്ക് ട്രാക്കിംഗ് എഴുതി വെക്കുക. അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് വെക്കുക. ഓക്കെ, സ്റ്റഡി ട്രാക്കർ എന്താണെന്ന് കാണിച്ചു തരാം. എല്ലാ ദിവസവും പഠിക്കണം. ഞാൻ പറഞ്ഞ നേരത്തെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ആദ്യം റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് റിവൈസ് ചെയ്തിട്ട് കിടക്കുക. വലിയ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാതിരിക്കുക, ഷോർട്ട് ഗോൾസ് ഉണ്ടാക്കിയിരിക്കുക, വീക്ക്ലി റിവിഷന് സമയം കണ്ടെത്തുക, സബ്ജക്റ്റ് വൈസ് ടൈം ലൈൻ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ടൈം ടേബിൾ പ്രകാരം സ്ഥിരമായിട്ടും പഠിക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി ട്രാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡി ട്രാക്കറിനകത്ത് ഇപ്പോൾ സേ ഞാനിവിടെ മോസ് എഴുതുകയാണ്. മോസിൻ്റെ ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഇടുക. അതിനുശേഷം ആ വീക്കെൻഡിൽ ഞാനത് റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റിവിഷൻ ടിക്ക് ചെയ്യുക. റിവിഷൻ ചെയ്ത് റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതുക. ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് ഇപ്പം സബ്ജക്റ്റിന് പകരം മോസിൻ്റെ SFD BMD ആണ് ഞാൻ പഠിച്ചത്. SFD BMD ആണ് പഠിച്ചതെങ്കിൽ ഇതിനകത്ത് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ടിക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റിലോ അതല്ല നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് SSC Jയുടെയും RRB Jയുടെയും എക്സാംസിൻ്റെ ഒരു കമ്പാരിസൺ. ആസ് എ ടോൾഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് തമ്മിൽ ഒരുപാട് ഡിഫറൻസസും ഉണ്ട്, ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട്. ഈ സിമിലാരിറ്റീസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഒരു തവണ പഠിക്കുമ്പോൾ 2 പരീക്ഷയ്ക്കും യൂസ് ചെയ്യുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് ഡിഫറൻസസ് മനസ്സിലാക്കി പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. ഓക്കെ, സോ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.